തൗഹീദി പാതയിൽ 5 പതിറ്റാണ്ടിന്റെ തിളക്കവുമായി കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ യുവജന വിഭാഗം ISM യൂത്ത് മീറ്റ് എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. സൈബർ ഭീകരതയ്ക്കെതിരെ അറിവിൻ്റെ പ്രതിരോധം യൂത്ത് മീറ്റിൻ്റെ ഭാഗമായുള്ള യൂത്ത് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PM സാദിഖ് അലി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വേദിയെ പ്രൗഢമാക്കുന്ന KNM-ൻ്റെ ആദരണീയരായ നേതാക്കൾ, ISM-ൻ്റെ സുഹൃത്തുക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏറ്റവും അനിവാര്യമായ ഒരു വിഷയമാണ് ISM-ൻ്റെ ഈ വേദിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രയാണഗതിയിൽ വളരെ വലിയ വിസ്മയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സൈബർ ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെ പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് ഗുണകരമായി ഭവിക്കേണ്ട ഒന്നാണ് മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തവും മുന്നേറ്റവും. ആ അർത്ഥത്തിൽ പുതിയ ആധുനിക സംവിധാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സൈബർ രംഗവും മനുഷ്യന് അനുഗുണമായി വന്നു ചേരേണ്ടതാണ്. എന്നാൽ അത്തരം അനുഗുണമാകേണ്ട ഈ മേഖല ഒരു വലിയ ഭീഷണിയായി, മനുഷ്യ സാമൂഹിക അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് നമ്മൾ മാത്രം നേരിടുന്ന ഒരു പ്രതിസന്ധിയല്ല. ലോകമാകമാനം മനുഷ്യ സമൂഹം മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണിത്. എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നതാണ് ചോദ്യം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനുള്ള മാർഗങ്ങൾ, ഇത് മനുഷ്യന് ഗുണകരമാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ആലോചിക്കാനും പറയാനും കഴിയുന്ന ഒരു ജനവിഭാഗമാണ് നമ്മളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഈ സദസ്സിലിരിക്കുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പുതിയ പ്രതിസന്ധിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നവർ നമ്മളാണ്. കാരണം നമ്മുടെ വിശ്വാസമാണ് മനുഷ്യനെ നിർവചിച്ചത്. നമ്മുടെ ആശയമാണ്, ആദർശമാണ് മനുഷ്യന് ലക്ഷ്യബോധമുണ്ടാക്കിയത്. മനുഷ്യനെ ബാധിക്കുന്ന പുതിയ പ്രതിസന്ധികൾക്കും ആ ആശയത്തിലും ആദർശത്തിലും നിന്നുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ കഴിയുന്ന, പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ജനവിഭാഗം, സമൂഹം, സമുദായം നമ്മുടേതാണെന്ന് നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ ആദ്യകാല ചരിത്രം മുതൽ തന്നെ മനുഷ്യൻ സമൂഹമാകുകയും സമൂഹം വളരുകയും വികസിക്കുകയും അതിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിന് പരിഹാരങ്ങളും അതാത് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനെ നേർവഴിയിൽ നടത്താനാണ് അതാത് കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അവതീർണമാകുകയും പ്രശ്നപരിഹാരങ്ങൾ മനുഷ്യനെ സ്ഥായിയായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ വികാസഘട്ടങ്ങളിൽ, പരിണാമഘട്ടങ്ങളിൽ ഏറ്റവും ഒടുവിലായി വന്നു ചേർന്നിട്ടുള്ളതാണ്
സൈബർ ലോകത്തെ പുതിയ പ്രതിസന്ധി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മാത്രം സംഭാവനയാണ് ഇത്. മനുഷ്യൻ സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ അതിനോട് ചേർത്ത് സൈബർ എന്ന പദം കൂടി ചേർത്ത് വിളിക്കുന്നു എന്നതാണ് പുതിയ കാലത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ നമ്മൾ മനുഷ്യ സമൂഹത്തെ സൈബർ സമൂഹം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സൈബർ സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള പരിണാമത്തെ സൂചിപ്പിക്കാനല്ല, ടെക്നോളജിയുടെ വികാസത്തെക്കുറിച്ച് പറയാനാണ്. ശാസ്ത്രത്തിൻ്റെ, സാങ്കേതിക വിദ്യയുടെ വികാസത്തെക്കുറിച്ച് പറയാനാണ് സൈബർ സമൂഹമെന്ന് വിശേഷിപ്പിക്കുന്നത്. സൈബർ മനുഷ്യ സമൂഹത്തോടൊപ്പം സൈബർ സമൂഹം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മനുഷ്യന് അതാത് ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികാസ പരിണാമ ഘട്ടങ്ങളിൽ ഒന്നായി കാണണം. അല്ലാതെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് വേർതിട്ടുള്ള ഒന്നല്ല സൈബർ സമൂഹം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ചിട്ടുണ്ട്. മുതലാളിത്തത്തിനെതിരെ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ജന്മിത്വത്തിനെതിരെ കുടിയാന്മാരുടെ മുന്നേറ്റം, സാമ്പത്തികമായ ബന്ധങ്ങളിൽ, ഉൽപാദന ബന്ധങ്ങളിൽ അതാത് കാലത്ത് മനുഷ്യന് പ്രശ്നങ്ങൾക്ക് പരിഹാരം അതാത് കാലത്ത് മനുഷ്യൻ അന്വേഷിച്ചിട്ടുണ്ട്. അവയ്ക്കും അപ്പുറത്താണ് ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. പെട്രോളിയം എക്കോണമിയുടെ കാലം വന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ആ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടത്തിലാണ് പുതിയ ലോകം ഇതിനെ മനുഷ്യ സൈബർ സമൂഹം എന്ന രീതിയിൽ മനുഷ്യന്റെ പുതിയ ഒരു സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം നാം തിരിച്ചറിയേണ്ടത് സൈബർ സമൂഹം എന്നത് അന്യഗ്രഹ ജീവികളുടേതല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെതാണ്. അന്യഗ്രഹ ജീവികളല്ല. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതും ആദ്യകാലം മുതലുള്ള മനുഷ്യ സമൂഹം ഒരു മൊബിലിറ്റി, ഒരു മൂവിങ്, മുന്നോട്ടുള്ള ചലനാത്മകതയാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് സൈബർ ലോകമെന്ന് പേരിട്ട് വിളിച്ച് അന്യഗ്രഹ ജീവികൾ വന്ന് പരിഹാരം കാണുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. കമ്പ്യൂട്ടറിന്റെ ചിപ്സും കമ്പ്യൂട്ടറിന്റെ ബൈറ്റ്സും ഇതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കില്ല. പക്ഷേ ആ ചിപ്സും ആ ബൈറ്റ്സും സിലിക്കൺ വാലിയിൽ നിന്ന് ഉപയോഗിക്കുന്ന മനുഷ്യൻ തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. ആ അർത്ഥത്തിലാണ് മനുഷ്യ സമൂഹത്തിനെ മനുഷ്യനെ നിർവചിച്ചിട്ടുള്ള, മനുഷ്യന്റെ സാമൂഹികമായ വിവിധ തലങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടെ വീക്ഷിച്ചിട്ടുള്ള, അവനെ ഒരു ശ്രേഷ്ഠ സമൂഹമായി വാഴ്ത്തിയിട്ടുള്ള, ആ ശ്രേഷ്ഠ സമൂഹത്തിന്റെ വിധാനത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ ബാധ്യതയുള്ള ഒരു ഉത്തമ സമൂഹം എന്ന നിലയിൽ ഇതിനു പരിഹാരം നിർദ്ദേശിക്കാൻ, ഇതിന് മാർഗദർശനം നൽകാൻ നമുക്കാണ് ഏറ്റവും കൂടുതൽ കഴിയുക എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. വളരെ വലിയ വികാസ ഘട്ടങ്ങളിലൂടെയാണ് ഈ നെറ്റ്വർക്ക് ലോകം പോയിട്ടുള്ളത്. ഫണ്ടമെന്റൽ കമ്പ്യൂട്ടിങ്ങിൽ നിന്ന് ഇത് വികസിച്ച് ഇന്ന് വളരെ വലുതായ ഒരു നെറ്റ്വർക്കിംഗ് ലോകത്തേക്ക്, ഒരു മോഡേൺ കമ്പ്യൂട്ടിങ്ങിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വളരെ അവ്യവസ്ഥാപിതമായ ഒന്നാണിത്. നാം ആദ്യം തിരിച്ചറിയേണ്ടതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിലൊരു മീഡിയ ഉണ്ട്, ഒരു മാധ്യമമുണ്ട്. മാധ്യമത്തെക്കുറിച്ച് കൃത്യമായ നിർവചനമുണ്ട്. പത്രധർമ്മത്തെക്കുറിച്ച്, മാധ്യമധർമ്മത്തെക്കുറിച്ച് ലോകത്ത് മാധ്യമ സംസ്കാരം വന്നത് മുതൽ കൃത്യമായ നിർവചനങ്ങളുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാൾക്കൂട്ട മനഃശാസ്ത്രമാണ്. നേരത്തെ പരിചയമില്ല ഇത് കൈകാര്യം ചെയ്തിട്ട്. അങ്ങനെ നേരത്തെ പരിചയ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യയ ശാസ്ത്രം രൂപപ്പെട്ടുമിട്ടില്ല. ഏതുപോലെ തൊഴിലാളി മുതലാളി അന്തരമുണ്ടായപ്പോൾ ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടായതുപോലെ മനുഷ്യന്റെ അസമത്വം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പുതിയ പുതിയ നവീനങ്ങളായ ആശയങ്ങൾ ഉണ്ടായതുപോലെ ഈ പ്രതിസന്ധിക്ക് പുതിയൊരു പ്രത്യയ ശാസ്ത്രം, നിയതമായ ഒരു ഗ്രന്ഥവും എഴുതി വെച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, മനുഷ്യ സമൂഹത്തെ നേർവഴി നടത്താൻ ബാധ്യതയുള്ള നമുക്ക് കഴിയും, ഉറച്ച് വിശ്വസിക്കണം. കാരണം ഇത് വീണ്ടും വീണ്ടും വികസിക്കുമ്പോൾ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഇത് നിലനിൽക്കുമ്പോൾ ഇവിടെ നേരിൻ്റെ നിശാബോധത്തെ വഴി നടത്താൻ നമുക്ക് കഴിയണം. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സൈബർ ലോകം എന്ന് പറയുന്നത് ഒരു ആഗോള തരംഗമാണ്. ഈ ആഗോള തരംഗത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സാമൂഹിക പരിസരങ്ങളെ വിമലീകരിച്ചു കൊണ്ടായിരിക്കണം, ശുദ്ധീകരിച്ചു കൊണ്ടായിരിക്കണം സൈബർ ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. ചിലരങ്ങനെയാണ്. സിറിയയിൽ ഒരാൾ മരിച്ചാൽ, ലെബനിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ, ഈജിപ്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായാൽ അതിൻ്റെ പ്രതികാരം കേരളത്തിൽ ഉണ്ടാകണമെന്ന് നിരന്തരം നമ്മളെ മനഃശാസ്ത്രപരമായി പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില ആശയഗതിക്കാർ, രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആളുകൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് നമ്മളെ ആഗോള ഒരു സമൂഹമായി ഇസ്ലാമിനെ വാഴ്ത്തുകയും
ഒരു ഏകശില മതമായി ഇസ്ലാമിനെ ഉയർത്തി കാണിക്കുകയും എല്ലാ ബഹുസ്വരതയും നിരാകരിക്കുന്ന ഒരു ഏക സംസ്കാരമായി ലോകത്ത് ഇസ്ലാം ആധിപത്യം സ്ഥാപിക്കണമെന്നും നിരന്തരം നമ്മെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അമേരിക്ക എന്തു പ്രവർത്തിച്ചു? ബാരക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായാൽ ഒബാമയുടെ പേരിൽ ഹുസൈൻ എന്ന പേര്, ഒരു മുസ്ലിം പേര് വരുമ്പോൾ തൊട്ടടുത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അമേരിക്കയോട് അതിൻ്റെ പേരിൽ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകുമോ എന്ന് കരുതി ഒബാമ ജൂതചാരനാണ് എന്ന് ലേഖനം എഴുതാൻ അവരവരുടെ പത്രമാധ്യമങ്ങൾ ഇവിടെ ഉപയോഗിക്കും. അത് രണ്ട് രീതിയിലുമുണ്ട്. നേരത്തെ പറഞ്ഞ വിപ്ലവത്തിന്റെ ആശയഗതിക്കാരും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിൽ ഹോട്ട് ഡോഗ് എന്ന് പറയുന്ന ഒരു സാൻഡ്വിച്ച് ഒരു അമേരിക്കക്കാരൻ കഴിച്ചപ്പോൾ അത് നേരെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഒരു അമേരിക്കക്കാരൻ 60 ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ 60 ചൂടുള്ള പട്ടികളെ ഒരു അമേരിക്കക്കാരൻ കഴിച്ചു എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചവർ വരെയുണ്ട്. അത് ഒരു ആഗോളതലത്തിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയാണത്. കേരളത്തിലെ ജനങ്ങളുടെയും മൈൻഡ് സെറ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്നത്. പക്ഷെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ഇറാനിലേക്ക് നോക്കണ്ട, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കണ്ട, നിങ്ങൾ ഇറാഖിലേക്കും സിറിയയിലേക്കും IS എന്ന് പറയുന്ന അൽ ഖൈദയുടെയും താലിബാന്റെയും മേഖലകളിലേക്കല്ല നോക്കേണ്ടത്. ലോക സമൂഹത്തിന് മുമ്പിൽ ഒരു മാതൃകാ സമൂഹത്തെയല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി അന്തസ്സോടെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ മുസ്ലിങ്ങളെ വളർത്തി വലുതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനിവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മത സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രബുദ്ധതയിലേക്കും ആ അവസ്ഥയിലേക്കുമാണ് പുതിയ സൈബർ ലോകവും കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ മുഴുവൻ സൈബർ ലോകത്തെയും ശുദ്ധീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ അടിച്ചു വരാൻ നിങ്ങൾ ശ്രമിക്കേണ്ട, കാലിൽ ഒരു ചെരുപ്പ് ധരിച്ചാൽ മതി. ലോകത്തെ മുഴുവൻ കല്ലും മുള്ളും അടിച്ചു മാറാൻ നിങ്ങൾ ശ്രമിക്കേണ്ട, കാലിൽ ഒരു ചെരുപ്പ് ധരിച്ചാൽ മതി. ആ ചെരുപ്പ് ധരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനുഷ്യ സമൂഹത്തെ നിർവചിക്കുന്ന നമുക്ക്, മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ആശയം പ്രദാനം ചെയ്യുന്ന നമുക്ക്, ഇതിനെയും ശുദ്ധീകരിക്കാനുള്ള ദൗത്യം ഒരു വലിയ സമൂഹത്തെ വളർത്തി വലുതാക്കിയ ഈ കേരളീയ മുസ്ലിങ്ങൾ ഏറ്റെടുക്കണം. അതിനെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകരായിരിക്കാനുള്ള ബാധ്യത നമുക്ക് നിർവഹിക്കാനുണ്ട്. ഒന്നാമതായി ഈ പറയുന്ന ഫേസ്ബുക്ക് മാർക്ക് സുക്കൻബർഗിൻ്റെതാണ്. മാർക്ക് സുക്കൻബർഗ് അമേരിക്കക്കാരനാണ്. ട്വിറ്റർ ജാക്ക് ഡോർസിയുടേതാണ്. അയാളും നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളല്ല. വാട്സാപ്പ് ക്യൂബയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത രണ്ടുപേരുടേതാണ്. ചാൾസ് ബാബേജ് എന്ന കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചയാൾ അമേരിക്കക്കാരനാണ്. മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച അതിന്റെ ഉടമ ബിൽ ഗേറ്റ്സ് അമേരിക്കക്കാരനാണ്. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ഉടമയായ, നേരത്തെ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സ്റ്റീവ് ജോബ്സും അമേരിക്കക്കാരനാണ്. അമേരിക്ക നമ്മുടെ ശത്രുപക്ഷത്താണ്. തീർച്ചയായും ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്ക് വാദമില്ല. പക്ഷെ സ്വയം ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് വലുതാക്കി വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്ന ഖ്യാതിയുള്ള കേരള മുസ്ലിങ്ങൾ വെറുതെ മാർക്ക് സൂക്കന്റെ ഫേസ്ബുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതിയോ? അമേരിക്കക്കാരെ എതിർക്കുമ്പോൾ അമേരിക്കയുടെ ആയുധം എന്ന് പറയുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാകുമ്പോൾ അത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുതുതായി നൂതനമായി ഉണ്ടാക്കിയെടുക്കാൻ പുതിയ ആപ്ലിക്കേഷനുകൾ, പുതിയ ടൂളുകൾ, പുതിയ സോഫ്റ്റ്വെയറുകൾ, പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ബാധ്യതയില്ലേ? നമ്മൾ ആദ്യം നിർവഹിക്കേണ്ടത് അതാണ്. അത് നിർവഹിക്കണം. അത് നിർവഹിക്കതെയാണ് അമേരിക്കക്കെതിരെ പഴകി തുരുമ്പിച്ച ആയുധങ്ങൾ ഉണ്ടാക്കി ഈ പറയുന്ന രാഷ്ട്രീയ ഇസ്ലാമിന്റെ ആളുകൾ ലോകവ്യാപകമായി ഇസ്ലാമിനെ ഒരു ഏകശിലാ മതമായി കണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെയും അത്തരം ഒരു മനഃശാസ്ത്രത്തിലേക്ക് വഴി നടത്തുന്നത്. അതിൻ്റെ മിതവാദികളുണ്ട്, അതിൻ്റെ തീവ്രവാദികളുണ്ട്. നിലനിൽപ്പിന് വേണ്ടി അതാത് കാലങ്ങളിൽ തോന്നുംപടി പറയുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. അതിൻ്റെ തീവ്രവാദപരമായ ഒരു സംഘാടനവും ഈ കേരളത്തിലുണ്ട്. അതിനെ ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിച്ചവരാണ് നമ്മൾ. ഞാനും എൻ്റെ സംഘടനയും, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ സംഘടനയും. അത് വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സൈബർ ലോകത്തെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം വിമലീകരിക്കേണ്ടത്, നാം ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഇടനത്തെയാണ്. നമ്മുടെ അന്തസ്സാർന്ന ഒരു സമൂഹമായി വളർന്ന് വലുതായി നിൽക്കുമ്പോൾ അതിനെ മറികടക്കുന്നതിന്, അതിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അറിവിൻ്റെ ലോകത്ത് അറിവിനെ ആർജിക്കുമ്പോൾ അറിവിൻ്റെ ചില അറിവുകളെ ഉപേക്ഷിക്കാൻ കൂടി നമ്മൾ പരിശീലിക്കണം. അതാണ് പുതിയ ലോകം നമ്മോട് പറയുന്നത്. വർഗീയത, ഫാസിസം, ഇതൊക്കെ രാജ്യത്ത് വ്യാപകമായി ചർച്ചയാണ്. ഫാസിസ്റ്റുകളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം.
അതിൻ്റെ പേരിലാണ് സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് വർഗീയത പ്രചരിക്കുന്നത്. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഫാസിസത്തിൻ്റെക്കുള്ള എളുപ്പ വഴിയാണ്. ഫാസിസത്തിൻ്റെ രണ്ടാം ഭാവമാണ്, ഫാസിസത്തിൻ്റെ രണ്ടാം പ്രകൃതമാണ് തീവ്രവാദം എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തീവ്രവാദം എന്ന് പറയുന്നത് ഫാസിസത്തിലേക്കുള്ള ഒരു ഫാസിസ്റ്റ് രാജ്യം ഉണ്ടാക്കുക എന്നതാണ് ഫാസിസ്റ്റുകളുടെ ലക്ഷ്യമെങ്കിൽ അതിലേക്കുള്ള എളുപ്പ വഴിയാണ്, അതിലേക്കുള്ള രണ്ടാം ഭാവമാണ്, അതിലേക്കുള്ള രണ്ടാം പ്രകൃതമാണ്. കേരളത്തിലെ ഒരു ബഹുസ്വര സമൂഹമുണ്ട്. നമ്മൾ പരസ്പരം കൊണ്ടും കൊടുത്തും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും ഉണ്ടാക്കിയ മലയാളിയുടെ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിന് വലിയ ഭീഷണിയാണ് സൈബർ ലോകത്ത് ഏറ്റവും ഒടുവിലായി ഉണ്ടായത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോഴാണ് RSSന്റെ നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞത്, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഹിന്ദുക്കളാണ്. രാജ്യത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അത് RSSന്റെ സർസംഘ് ചാലകിന്റെ ഒരു പ്രസ്താവന മാത്രമാണ്. എന്നാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഹൈദരാബാദിൽ നിന്നുള്ള ഒരു മുസ്ലിം നേതാവ്. എല്ലാ മനുഷ്യരും എല്ലാ ഹിന്ദുക്കളും ജനിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണ്, എല്ലാ മനുഷ്യരും എല്ലാ ഹിന്ദുക്കളും ജനിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണ്. പറഞ്ഞതിൽ പരിഭവമില്ല. ഹൈദരാബാദിലാണ്, ഉത്തരേന്ത്യയിലാണ്, അവിധം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവന, RSSന്റെ നേതാവിന്റെ ആ പ്രസ്താവനക്ക് ഒരു മുസ്ലിം നേതാവ് മറുപടി പറഞ്ഞപ്പോ അതിന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഈ സൈബർ ലോകത്ത് സോഷ്യൽ മീഡിയത്തിൽ പ്രചാരം നൽകിയവരാണ് ഇവിടുത്തെ തീവ്രവാദികൾ. ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സൈബർ ലോകത്തെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ സ്വന്തം ജീവിത പരിസരങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ ഇത് വിനിമയം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ഇത് ഉപയോഗിക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റ് ഉള്ള, ഈ ടൂളുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നത് തിരിച്ചറിയണം. ആ പ്രസ്താവന എത്ര വലിയ അപകടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. ആ കോളേജിൽ തുച്ഛം മുസ്ലിം കുട്ടികളാണുള്ളത്. മഹാഭൂരിപക്ഷവും ഈഴവ കുട്ടികളാണ്. എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ അന്നത്തെ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ട്. അവരന്നും RSS അല്ല, അവരിന്നും RSS അല്ല. പക്ഷെ എല്ലാവരും ഈ രാജ്യത്ത് ഹിന്ദുക്കളാണെന്ന് RSS നേതാവ് പറഞ്ഞപ്പോ അതിന്റെ പ്രതികാരമായി, അതിന്റെ പ്രതികരണമായി എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുന്നതെന്നൊരു ഒരു മുസ്ലിം നേതാവ് പറഞ്ഞപ്പോ അതിന് കേരളത്തിലെ ഈ തീവ്രവാദികൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നൽകിയപ്പോ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ കമന്റ് കണ്ട് വല്ലാതെ തളർന്നു പോയി, വല്ലാതെ വേദനയുണ്ടായി. അവരന്നും RSS അല്ല, അവരിന്നും RSS അല്ല. എത്ര ഭീകരമാണ് അവസ്ഥ. ഞങ്ങൾ അതിനെക്കുറിച്ച് കാര്യഗൗരവമായി ആലോചിച്ചു. ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര ഭീകരമാണ് ആ അവസ്ഥ. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ യൂത്ത് ലീഗുകാർ ചേർന്ന് പറഞ്ഞത്, ഇത്തരം തീവ്രവാദികളെ, അത് ഫാസിസ്റ്റുകളാകട്ടെ, അത് ന്യൂനപക്ഷ തീവ്രവാദികളാകട്ടെ, അവരെ സോഷ്യൽ മീഡിയയിൽ അൺഫ്രണ്ട് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നിരാകരിക്കാനുള്ള ഒരു ആർജവമാണ് നമ്മൾ കാണിക്കേണ്ടത്. അവരെ സോഷ്യൽ മീഡിയയിൽ അൺഫ്രണ്ട് ചെയ്യണം. വലിയ ആക്ഷേപമായിരുന്നു. ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അൺഫ്രണ്ട് ചെയ്തപ്പോൾ വളരെ മോശം കമന്റാണ്. എൻ്റെ സുഹൃത്ത് ഒരു യൂത്ത് ലീഗുകാരനുണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് എനിക്കിനി ചായ മേടിച്ച് കുടിക്കാൻ പറ്റുമോ, ഇനി ജ്യൂസ് കുടിക്കാൻ പറ്റുമോ, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുമോ, ഇങ്ങനെ അൺഫ്രണ്ട് ചെയ്താൽ വാപ്പയുടെ മയ്യത്ത് കെട്ടിൽ നാളെ മകനെ പിടിക്കാൻ പറ്റുമോ, ഇജാതിയായിരുന്നു. ആ രീതിയിൽ പല ആക്ഷേപങ്ങളും ഉണ്ടായി. പിന്നെ പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശി പ്രമുഖർ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവർ ആവർത്തിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഖുറൈശികളും ഇവരൊക്കെ പ്രവാചകന്റെ അനുധാവനം ചെയ്യുന്ന അനുയായികളും. അതേ പ്രവാചകനല്ലേ പറഞ്ഞത് ചീത്ത സൗഹൃദം പാടില്ല എന്ന് പഠിപ്പിച്ചത്? ചീത്ത സൗഹൃദം പാടില്ല. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് എപ്പോഴും പറയും, മോനെ ചീത്ത കൂട്ടുകെട്ട് പാടില്ല. എത്ര വലിയ അപകടകമാണ്. ഞങ്ങൾ പറഞ്ഞത്, ഒരു തീവ്രവാദിയെ കണ്ടാൽ നിന്റെ അയൽപക്കത്തുണ്ടെങ്കിൽ അവനോട് മിണ്ടണ്ട എന്നല്ല, സോഷ്യൽ മീഡിയയിൽ പാടില്ല, സോഷ്യൽ മീഡിയയിൽ പാടില്ല. കാരണം നിങ്ങൾക്ക് 5000 പേർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വാളിൽ ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു തീവ്രവാദി ഉണ്ടെങ്കിൽ അവനൊരു പോസ്റ്റ് ഇട്ടാൽ ഈ 5000 പേരിലേക്കും ആ മെസ്സേജ് പോകും. പോരെ സോഷ്യൽ മീഡിയയിൽ NDF ആണോ RSS ആണോ എന്ന് ആരും പ്രൊഫൈലിൽ ചേർക്കാറില്ല. പക്ഷെ ഒരു പോസ്റ്റ് വന്നാൽ ആ പോസ്റ്റ് ഇടുന്നത് NDF-ന് വേണ്ടി ആയാലും RSS ആയാലും അവനാണ് സോഷ്യൽ മീഡിയയിലെ NDF-കാരൻ, RSS-കാരൻ. അവരെ അൺഫ്രണ്ട് ചെയ്യണം. അത് കേരളത്തിന് വേണ്ടിയാണ്, അത് മലയാളികളുടെ മഹത്തായ സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിന് വലിയ പൊതു അംഗീകാരമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, IS എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, മാർക്ക് സൂക്കൻബർഗിനെതിരെ വധഭീഷണി. ജാക്ക് ഡോർസെ എന്ന് പറയുന്ന ട്വിറ്ററിന്റെ മേധാവിക്ക് വധഭീഷണി. കാരണം
IS എന്ന് പറയുന്നത് ഫേസ്ബുക്കും അതുപോലെ തന്നെ ട്വിറ്ററും ഒക്കെ ഹാക്ക് ചെയ്യുന്നപ്പോൾ അതിൽ വ്യാപകമായി ഈ രീതിയിലുള്ള ഭീകരവാദം പ്രചരിക്കുന്നത് കണ്ടപ്പോൾ മാർക്ക് സുക്കൻബർഗും അതുപോലെ തന്നെ ട്വിറ്ററിന്റെ മേധാവിയും അവരെയെല്ലാം ഈ രീതിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ആ സാക്ഷാൽ മാർക്ക് സുക്കർബർഗിനെയും ട്വിറ്ററിന്റെ മേധാവിയെയും കൊല്ലും, ഞങ്ങൾ ഹാക്കിംഗ് തുടരും എന്നാണ് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഹാക്ക് ചെയ്യേണ്ട സമുദായമാണോ? ഈ കമ്മ്യൂണിറ്റി നിർമ്മിക്കേണ്ട സമുദായമാണ്. കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, നിർമ്മാണമായിരിക്കണം, ഡിസ്ട്രക്റ്റീവ് ആകരുത്, നശീകരണമാകരുത്. ജീവിക്കാനാണ് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, നമ്മൾ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. അതിന് അപകടം സംഭവിച്ചുകൂടാ. ബഹുസ്വരതയെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ അത് സാധ്യമാക്കിയത്. അതുകൊണ്ട് വർഗീയതയും ഭീകരവാദയെയും ആഗോളതലത്തിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയും പ്രചാരണം നടത്തുന്നതിന് മുമ്പ് സ്വന്തം ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നമുക്ക് വിവരം, ഡാറ്റ, അതാണ് വസ്തുത. ഡാറ്റയിൽ നിന്നാണ് ഇൻഫർമേഷൻ ഉണ്ടാകുന്നത്, വിവരമുണ്ടാകുന്നത്. ഇൻഫർമേഷനാണ് നോളജ്, അറിവാകുന്നത്. ഇത് മൂന്നും നമുക്കറിയാം. പക്ഷെ അതിന്റെ തൊട്ടടുത്തുണ്ട്, അത് നമുക്ക് മാത്രം വിവേചിച്ചറിയാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് വിസ്ഡം, വിവേകം, ജ്ഞാനം. അറിവ് എന്തിന് ഉപയോഗിക്കണമെന്നുള്ള വിവേകം. വിസ്ഡത്തിന് ശേഷമോ നോസിസ്, ബ്രഹ്മജ്ഞാനം, മെറ്റാഫിസിക്സ്, അതിഭൗതികമായ ഒരു ജ്ഞാനം. ആ അതിഭൗതികമായ ജ്ഞാനം ഉണ്ടാക്കണമെങ്കിൽ ഏകത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. തൗഹീദിനെ ഹൃദയത്തിലേറ്റണം. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന കൃത്യമായ ധാരണയുണ്ടാകണം. അങ്ങനെ ധാരണയുണ്ടെങ്കിൽ നമ്മൾ ആ തൗഹീദ് ഹൃദയത്തിലേറ്റിയിട്ടുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് കാണും, ഹൃദയം കൊണ്ട് നോക്കും, ഹൃദയം കൊണ്ട് വെബ്സൈറ്റിൽ പോകും, ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യും, ഹൃദയം കൊണ്ട് ഷെയർ ചെയ്യും, ഹൃദയം കൊണ്ട് സംസാരിക്കും, ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കും, ഹൃദയം കൊണ്ട് ലോകത്തെ മുഴുവൻ നോക്കിക്കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതിസന്ധിയെ, മനുഷ്യ സമൂഹം നേരിടുന്ന പ്രതിസന്ധിയെ ഏറ്റവും കൂടുതൽ മറികടക്കാനുള്ള മാർഗം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു ആശയഗതിക്കാരാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അത് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുന്നു, അറിവ് ആർജിക്കുക, അറിവ് ആർജിക്കുക, ലേൺ ചെയ്യുക. അതോടൊപ്പം പുതിയ ലോകത്ത് അൺലേൺ ചെയ്യാൻ, അനധ്യയനം ചെയ്യാൻ, പഠിക്കുന്നതും പഠിക്കേണ്ടാത്തതും ഉപേക്ഷിക്കേണ്ട അറിവിനെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അൺലേൺ ചെയ്താൽ മാത്രം പോരാ, റീലേൺ ചെയ്യണം, പുനരധ്യയനം നടത്തണം. അങ്ങനെ പുനരധ്യയനം നടത്തുമ്പോൾ ചിലത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, ചിലത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, ചിലത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് ഏകത്വത്തെ മുറുകെ പിടിച്ച് ഹൃദയത്തിലേറ്റിക്കൊണ്ട് അതിൻ്റെ പ്രകാശം, ആ ഏകത്വത്തിൻ്റെ പ്രകാശം ഈ ഭൂമിയിലാകെ പരത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ പ്രകാശം വരുത്തുന്ന, പരിമളം പരത്തുന്ന ഒരു നല്ല യൗവനയുക്തമായ സമൂഹത്തെ ഭാവിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് ഈ സൈബർ ലോകത്തെ നേരിടാൻ നാം സ്വയം ആർജിക്കേണ്ട തിരിച്ചറിവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.